പ്രവാസ ലോകത്തെ വാർത്തകൾ. യുദ്ധം തുടങ്ങാനോ പങ്കെടുക്കാനോ താൽപ്പര്യമില്ലെന്നും പ്രശ്നം വഷളാക്കരുതെന്നും ചൈന. ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ചൈനീസ് ഭരണകൂടം. ചൈനയ്ക്ക് മേൽ 100% വരെ നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പിനും റഷ്യൻ എണ്ണ വാങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ നിർത്തണമെന്നുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിന് പിന്നാലെ ആഞ്ഞടിച്ച് ചൈന യുദ്ധങ്ങൾക്ക് ഗൂഢാലോചന നടത്തുകയോ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യില്ലെന്ന് ചൈന വ്യക്തമാക്കി. യുദ്ധം പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്നും ഉപരോധങ്ങളും തീരുവകളും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയുള്ളൂവെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. നാറ്റോ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത ഒരു കത്തിലൂടെയാണ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത്. എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം, റഷ്യക്കെതിരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറാണെന്നും സഖ്യം കൂട്ടായി പ്രവർത്തിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. നാറ്റോയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ മാത്രമേ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂവെന്നും ട്രംപ് വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. 2ാം സ്ഥാനത്ത് ഇന്ത്യയും 3ാം സ്ഥാനത്ത് നാറ്റോ അംഗമായ തുർക്കിയുമാണ്. ഓഗസ്റ്റ് മാസത്തിലും റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങിയ രാജ്യം ചൈനയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ദുരുപയോഗത്തിന് കടുത്ത ശിക്ഷ നൽകുമെന്ന് സൗദി. പകർപ്പവകാശ സംരക്ഷണ സംവിധാനത്തിന്റെ ലംഘനത്തിന് 9,000 റിയാൽ വരെ പിഴ. അവകാശപ്പെട്ട ഉടമയുടെ സമ്മതമില്ലാതെയും അനുമതിയില്ലാതെയുമുള്ള പ്രസിദ്ധീകരണം, പരിഷ്കരണം, വാണിജ്യ ചൂഷണം എന്നിവയ്ക്ക് പിഴ ലഭിക്കും. സ്വകാര്യ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുകയും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിൽ മാറ്റം വരുത്തുകയും ഉടമയുടെ സമ്മതമില്ലാതെ വാണിജ്യപരമായി ചൂഷണം ചെയ്യുന്നതും നിയമലംഘനമാണ്. ഭൗതിക സ്വത്തവകാശ നിയമം പാലിക്കണമെന്ന് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. ചട്ടം ലംഘിച്ചാൽ സാമ്പത്തികവും നിയമപരവുമായ പിഴകൾ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടിയേറ്റ വിരുദ്ധ വികാരത്തിൽ സംഘർഷഭരിതമായി ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ നിലപാടുകളെ പിന്തുണച്ച് ഇലോൺ മസ്ക്. അക്രമം നിങ്ങളെ തേടിയെത്തിക്കഴിഞ്ഞെന്നും തിരികെ പോരാടണമെന്നും അല്ലെങ്കിൽ മരണമാണ് നല്ലതെന്നും പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് മസ്ക് പറഞ്ഞു. സാമൂഹിക പ്രവർത്തകൻ ടോമി റോബിൻസൺ ബ്രിട്ടനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത 25ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് ബ്രിട്ടനിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. 1.5 ലക്ഷത്തോളം പേരാണ് തലസ്ഥാന നഗരത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായത്. പിന്നാലെയാണ് ശനിയാഴ്ച ലണ്ടൻ നഗരമധ്യത്തിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. യൂറോപ്പിലെയും വടക്കൻ അമേരിക്കയിലെയും ഇലോൺ മസ്ക് ഉൾപ്പെടെ പ്രമുഖർ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ ലിങ്ക് വഴി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇലോൺ മസ്ക് ഇടതുപക്ഷം എന്നത് കൊലപാതകികളുടെ പാർട്ടിയാണെന്നും അത് അവർ ആഘോഷിക്കുകയാണെന്നും പ്രതിഷേധക്കാരോട് മസ്ക് പറഞ്ഞു. രാജ്യത്ത് കുടിയേറ്റ വിരുദ്ധ വികാരം ഉയർന്നുവരികയും ബ്രെക്സിറ്റ് അനുകൂലിയായ നിഗൽ ഫരേഗിന്റെ വലതുപക്ഷ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.